കാട് പച്ച പിടിച്ച് കിടപ്പുണ്ട്. ഒറ്റയടിപ്പാതയ്ക്ക് വശം മാറി നിൽക്കുന്ന കാട്ടുചെടികൾ. കടകംപള്ളി വീട് പരിസരം ഇപ്പോഴും ഭയം നിറയ്ക്കുന്നുണ്ട്. ധർമ്മപുരി സ്വദേശിനി കടവന്തറയിൽ വാടകയ്ക്ക് താമസിച്ചു വന്ന പത്മ. കാലടിയിൽ ലോട്ടറി വിൽപ്പനക്കാരിയായിരുന്ന റോസലിൻ. കാണാതായവരുടെ പട്ടികയിൽ ഇടം പിടിച്ചു പോകുമായിരുന്ന ആ രണ്ടുപേർ സഞ്ചരിച്ച വഴി പിന്തുടർന്ന് അന്വേഷണം എത്തിയത് ഇവിടെയാണ്. ഇരട്ട നിലവിളി നാടറിയുന്നതിനും 1 മാസം മുൻപായിരുന്നു പത്മയുടെ കൊലപാതകം. അതിനും 3 മാസം മുൻപ് റോസലിനെ കൊലപ്പെടുത്തി. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെയും കാര്യമായ ബന്ധുബലം ഇല്ലാത്തവരെയും തിരഞ്ഞു കണ്ടെത്തുകയായിരുന്നു പെരുമ്പാവൂർ സ്വദേശി മുഹമ്മദ് ഷാഫി. ഞാനെന്ന് വിചാരിക്കുന്നത് ഈ ലഹരി മരുന്നിൻ്റെയൊക്കെ ഒരു കാലം, ഈ വൈദ്യർ ബിസിനസ്സും അല്ലേ, പിന്നെ അങ്ങനെ വല്ലതും ഇവിടെ കാണാൻ സ്റ്റോക്ക് ചെയ്യുകയോ പിടിക്കുകയോ വല്ലതും ആയിരിക്കുമെന്നാണ് കരുതിയത്. പിന്നെ അതിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് മാൻ മിസ്സിങ് ആണെന്ന് മാത്രം അറിഞ്ഞു. പിന്നൊന്നും അറിയില്ല. പിറ്റേ ദിവസം രാവിലെ നിങ്ങളുടെയൊക്കെ ചാനലിൽ കൂടെ വീട്ടിലിരുന്ന് അറിഞ്ഞപ്പോഴാണ് വണ്ടടിച്ച്. വീടിൻ്റെ 2 വശവും ഒഴിഞ്ഞ പറമ്പുകൾ. ഏറ്റവും അടുത്തുള്ളത് വലിയ മതിൽക്കെട്ടിനുള്ളിൽ 2 വീടുകൾ. അതിലൊന്ന് ഒഴിഞ്ഞു കിടക്കുന്നു. ചുരുക്കത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ പോലും ഏറ്റവും അടുത്ത താമസക്കാർ പോലും അത്ര വേഗത്തിൽ കാര്യങ്ങൾ അറിയാത്ത സ്ഥിതി. ഈ സാഹചര്യം പരിഗണിച്ച് തന്നെയാണ് മുഹമ്മദ് ഷാഫി ആസൂത്രണം അത്രയും നടത്തിയത്. റോസലിനെ കാണാനില്ലെന്ന ബന്ധുക്കളുടെ പരാതിയിലായിരുന്നു പോലീസ് അന്വേഷണം. ഇത് ഷാഫി റോസലിനുമായി തുടർച്ചയായി സംസാരിച്ചതായുള്ള സൈബർ സെൽ കണ്ടെത്തലിലെത്തി. അങ്ങനെയാണ് മുഹമ്മദ് ഷാഫി കസ്റ്റഡിയിലാകുന്നത്. ചോദ്യം ചെയ്യലിൽ നടുക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നു. തുടർന്ന് എറണാകുളത്തു നിന്നുള്ള പോലീസ് സംഘം ഭഗവത് സിംഗിനെയും ലൈലയെയും കസ്റ്റഡിയിലെടുത്തു. പണത്തിന് പുറമെ ക്രൂരതയിലൂടെ ആനന്ദം കണ്ടെത്തുകൂടിയായിരുന്നു 1-ാം പ്രതി മുഹമ്മദ് ഷാഫി. തിങ്കളാഴ്ച രാവിലെ ഇതുപോലൊരു വണ്ടിയിൽ മഫ്റ്റിയിൽ ഒരു 5 പേര് കടവന്തറ വണ്ടിയാണ്ട് അവിടെ ഇട്ടിട്ട് നടന്ന് അവരിവിടെ വന്നു. ഇങ്ങോട്ട് കയറിയൊരു അത് ഒരു 9 മണി സമയമാണെന്ന് തോന്നുന്നു. ഒരു 11 മണി 12 മണി വരെ എല്ലാം ക്വസ്റ്റ്യൻ ചെയ്ത് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി 2 പേരെയും കൂടെ ഭാര്യയും ഭർത്താവിനെ വണ്ടിയെ കയറ്റി കൊണ്ടുപോകായിരുന്നു. കൊലപാതക ശേഷം കഷ്ണങ്ങളാക്കുകയായിരുന്നില്ല. മാറിടമടക്കം ശരീരഭാഗങ്ങൾ മുറിച്ചു മാറ്റി ഇഞ്ചിഞ്ചായിട്ടായിരുന്നു കൊലപാതകങ്ങൾ. ശേഷം സമീപത്ത് തന്നെ മറവു ചെയ്തു. ആ വീട്ടിൽ ദിവസങ്ങളോളം ദമ്പതികൾ അന്തിയുറങ്ങി. ഭാവഭേദം ഏതും കൂടാതെ പുറത്ത് ഇരുവരും തിരുമു ചികിത്സയ്ക്ക് പോവുകയും ചെയ്തു. മാറിടം, കരളടക്കം ശരീരഭാഗങ്ങൾ എന്നിവ ഫ്രീസറിൽ സൂക്ഷിച്ചു. തുടർന്ന് ചിലതെല്ലാം ഭക്ഷിക്കാനായി പാകം ചെയ്തു. അടുക്കളയോട് ചേർന്ന മുറി പോസ്റ്റ്മോർട്ടം ടേബിളിന് സമാനമായിരുന്നു. ആയുധങ്ങൾ, മാംസം പാകം ചെയ്യാൻ ഉപയോഗിച്ച പാത്രം, കവർന്നെടുത്ത ആഭരണങ്ങൾ, CCTV ദൃശ്യങ്ങൾ എന്നിവയ്ക്ക് പുറമെ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളും കേസിന് ബലം പകരുന്നു. കൊലപാതകം, ബലാത്സംഗം, ഗൂഢാലോചന, തട്ടിക്കൊണ്ടുപോകൽ, തെളിവ് നശിപ്പിക്കൽ, മോഷണം, മൃതശരീരങ്ങളോടുള്ള അനാദരവ് എന്നീ വകുപ്പുകളിലാണ് കേസ്. ഒക്ടോബർ 11 നാടാകെ കണ്ട കടകംപള്ളി വീട് തേടി ഇപ്പോഴും ആളുകൾ എത്താറുണ്ട്. കാട് കയറിയ പരിസരത്തുകൂടി നടന്ന് നെടുവൂർപ്പോടെയാകും ഓരോരുത്തരുടെയും മടക്കം. നമ്മുടെ അടുത്ത് ഇവിടെ ഇത്രയും ഒരു സംഭവം നടന്നത് ഇപ്പം കണ്ടിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ടൊന്നും വന്നേ ഉള്ളൂ. ആ സമയത്ത് വന്നിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ഇവിടെ പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഇതെല്ലാം അറിഞ്ഞപ്പോൾ അങ്ങനെ ഒന്ന് ജസ്റ്റ് അവിടെ നിന്ന് വന്നൊന്ന് കണ്ടു, അങ്ങനെ പോയി. ഭയാനകമാണ്. ഞങ്ങളവിടെ നിന്ന് ആ റോഡിട്ട് വന്നപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇവിടെ വരുമ്പോൾ അന്തരീക്ഷം മാറുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നല്ല ഭയാനകം തന്നെ ആയിട്ടുണ്ട് ഇവിടെ ഇപ്പോഴും. സമ്പൂർണ്ണ വിവരശേഖരണം. പ്രതികൾ 3 പേരുടെയും അറസ്റ്റ്. ശേഷം മൃതശരീരഭാഗങ്ങൾ കുഴിച്ചെടുക്കാൻ പോലീസ് എത്തുമ്പോൾ മാത്രമാണ് വിവരം പുറം ലോകം അറിഞ്ഞത്. കേരളത്തിൻ്റെ കുറ്റാന്വേഷണ ചരിത്രത്തിൽ ഇലന്തൂരിലൂടെ പോലീസ് പുതിയ ചരിത്രം തന്നെയാണ് സൃഷ്ടിച്ചെടുത്തത്. ക്യാമറമാൻ ജയചന്ദ്രൻ പുല്ലമ്പാറയ്ക്കൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.